ഒരുപക്ഷെ ജീവിതത്തിന്റെ അശ്രദ്ധ കൊണ്ട് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ചില സുഹൃതങ്ങളുണ്ട്. ഒരു മാലയുടെ കണ്ണിയുടെ പ്രത്യേകത, അതിൽ ഏറ്റവും ബലം കുറഞ്ഞ കണ്ണിക്കാണ് ഏറ്റവും അധികം ശ്രദ്ധ ആവശ്യം. കാരണം അതൊന്നു പൊട്ടിയാൽ ആ മാലയ്ക്കകത്ത് കോർത്ത മുത്തുകളൊക്കെ വഴിയിൽ നഷ്ടപ്പെടാം. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ബലം കുറഞ്ഞവൻ വിശുദ്ധ പത്രോസ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ബലം കുറഞ്ഞവനായ പത്രോസിനെ ബലപ്പെടുത്തുക എന്നതായിരുന്നു ക്രിസ്തുവിന്റെ ഉത്തരവാദിത്വവും ക്രിസ്തു ചെയ്ത കാര്യം. നോമ്പുകാലത്ത് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അശ്രദ്ധയോടുകൂടിയിട്ട് നാണയം നഷ്ടമായ അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകും. 10 നാണയങ്ങൾ എന്നത് 10 കൽപ്പനകൾ എന്നൊക്കെ പറയപ്പെടുന്നു. നോമ്പുകാലത്ത് നമ്മൾ ഓരോരുത്തരും തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അശ്രദ്ധ മൂലമുണ്ടായ സുഹൃത നഷ്ടങ്ങൾ കണ്ടെത്തുകയും തിരിച്ചു വരാൻ, തിരുത്താൻ, തിരികെ പിടിക്കാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ നോമ്പിന്റെ പുണ്യവഴികളിലൂടെ സഞ്ചരിച്ചു കടന്നു പോകുമ്പം ആഘോഷത്തിന്റെ, ഉത്സവത്തിന്റെ, ആനന്ദത്തിന്റെ ഇടമായി നമ്മുടെ ഭവനങ്ങളൊക്കെ, കൂട്ടായ്മകളൊക്കെ മാറ്റാൻ നമുക്കാവട്ടെ.